ഹായ് എവരിവൺ, മാത്സ് ട്രിക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം 2 ഡിജിറ്റുള്ള നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു ട്രിക്ക് ചർച്ച ചെയ്തിരുന്നു. നമ്മൾ മറ്റൊരു ട്രിക്കാണ് ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ആ മാത്സ് ട്രിക്കിനകത്ത് നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്? അവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പറുകളുടെ യൂണിറ്റ് പ്ലേസ് ഉള്ള ഡിജിറ്റ്സ് സെയിം ആയിരുന്നു, ശരിയല്ലേ? അതോടൊപ്പം തന്നെ ടെൻസ് പൊസിഷനുള്ള ഡിജിറ്റ്സിന്റെ സം എന്ന് പറയുന്നത് 10 ആയിരുന്നു. ഇത്തരം 2 കണ്ടീഷൻസ് അനുസരിച്ചിരുന്ന നമ്പറുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയത്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ 87 into 27 യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ്സ് സെയിമും റിമൈനിങ് പൊസിഷനിലെ ഡിജിറ്റ്സിന്റെ സം 10 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു തന്ന ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വേറെ ചില നമ്പേഴ്സ് ഉണ്ടാകാം. അത്തരം നമ്പേഴ്സിനെ കൈകാര്യം ചെയ്യാനുള്ള ട്രിക്കാണ് നമ്മൾ ഇനി ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ഏതാനും ചില നമ്പറുകൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നമ്പറുകൾക്കെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന് വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 72 into 78, 63 into 67, 54 into 56 ഇത്തരം നമ്പറുകളുടെ അവസാനത്തെ ഡിജിറ്റ് സെയിം അല്ല, യൂണിറ്റ് പൊസിഷനിലെ ഡിജിറ്റ്സ് സെയിം അല്ല, ടെൻസ് പൊസിഷനിലെ ഡിജിറ്റ്സിന്റെ സം 10 അല്ല. ഇവിടെ പിന്നെന്താണ്? ഇവിടെ ടെൻസ് പൊസിഷനിലുള്ള ഡിജിറ്റ്സ് ആണ് സെയിം, യൂണിറ്റ് പൊസിഷനിലുള്ള ഡിജിറ്റ്സിന്റെ സം 10 ആണ്. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ യൂണിറ്റ് പൊസിഷനിലുള്ള ഡിജിറ്റ്സിന്റെ സം എന്ന് പറയുന്നത് 10ഉം അതോടൊപ്പം ടെൻസ് പൊസിഷനിലുള്ള ഡിജിറ്റ്സ് എല്ലാം സെയിമുമാണ്. എല്ലാം നോക്കിക്കേ, എല്ലാ നമ്പരും ശ്രദ്ധിച്ചു നോക്കിക്കേ. അപ്പൊ ഈ രീതിയിൽ വരുന്ന 2 ഡിജിറ്റുള്ള നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന തന്ത്രമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. 2 or 3 സ്റ്റെപ്പിൽ കൂടെ നമുക്കത് ചെയ്യാം. ആദ്യം സ്റ്റെപ്സ് എഴുതിയതിനു ശേഷം നമുക്ക് ഷോർട്ട് ഹാൻഡ് ആയിട്ട് ചെയ്യുന്ന രീതി നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1ൽ നമ്മൾ ചെയ്യുന്നത് യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. യൂണിറ്റ് പ്ലേസിൽ 2ഉം 8ഉം ആണ്. 2ഉം 8ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2ൽ നമുക്കിപ്പോ ഇവിടെ 7 എന്നുള്ള ഡിജിറ്റ് ആണ് കോമൺ ആയിട്ട് 2 നമ്പറിലും വന്നിരിക്കുന്നത്. അപ്പൊ 7 കഴിഞ്ഞു വരുന്ന നമ്പറായ 8 ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7 കഴിഞ്ഞു വരുന്ന നമ്പറായ 8 ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താണ്? 7 into 8 56 എന്ന് വരും. ഇപ്പൊ നമ്മുടെ റിസൾട്ടിൽ വരേണ്ട എല്ലാ ഡിജിറ്റ്സും റെഡിയാണ്. 56 ഉണ്ട്, 16 ഉണ്ട്. ഇവയെ തമ്മിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് നിർത്തണം. ലെഫ്റ്റ് സൈഡ് പാർട്ടും റൈറ്റ് സൈഡ് പാർട്ടും ഒന്ന് അറേഞ്ച് ചെയ്ത് നിർത്തണം. അതുകൊണ്ട് സ്റ്റെപ്പ് നമ്പർ 3 പറയുന്നു. സ്റ്റെപ്പ് നമ്പർ 3ൽ 56നെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5600 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ എഴുതി ഫൈനൽ റിസൾട്ട് എഴുതാം. സ്റ്റെപ്പ് നമ്പർ 4ൽ നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ സ്റ്റെപ്പ് നമ്പർ 1ലും സ്റ്റെപ്പ് നമ്പർ 3ലും കിട്ടിയ വാല്യൂസിന് ആഡ് ചെയ്യുക. 5616 ഇവയെ തമ്മിൽ ആഡ് ചെയ്യുക. 5616 ഇതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ 2 പാർട്ട് ഉണ്ടായിരുന്നു, റൈറ്റ് സൈഡ് പാർട്ട്, ലെഫ്റ്റ് സൈഡ് പാർട്ട്. ആദ്യത്തെ 2 സ്റ്റെപ്പ് നോക്കിയാൽ തന്നെ നമുക്കറിയാം നമ്മുടെ റിസൾട്ട് ഏകദേശം റെഡി ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ രീതിയിൽ സ്റ്റെപ്പ് എഴുതി ചെയ്യാതെ ഷോർട്ട് ഹാൻഡ് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. 72 into 78 11 ചെയ്യുന്നു. അതിന് 2 പാർട്ട് ഉണ്ടാകും, റൈറ്റ് സൈഡും ഉണ്ട് ലെഫ്റ്റ് സൈഡും ഉണ്ട്. റൈറ്റ് സൈഡിൽ എപ്പോഴും യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ്സിന്റെ പ്രൊഡക്റ്റ് ആണ് 2 into 8 16 എന്ന് പറയണം. ലെഫ്റ്റ് സൈഡ് പാർട്ടില് 7ഉം 7 കഴിഞ്ഞു വരുന്ന ഡിജിറ്റായ 8ഉം അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോ 2 പാർട്ടില് റൈറ്റ് സൈഡിൽ 16 വന്നു, ലെഫ്റ്റ് സൈഡിൽ 56 വന്നു. അപ്പൊ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് 5616. മറ്റൊരു നമ്പർ നോക്കാം, 63 into 67. ഇതെന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് പറയുക? ഇതിന് 2 പാർട്ട്, റൈറ്റ് സൈഡിൽ 3ഉം 7ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ കോമൺ ആയിട്ടുള്ള ഡിജിറ്റ് 6 ആണ്, 6ഉം 6 കഴിഞ്ഞു വരുന്ന ഡിജിറ്റായ 7ഉം അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്തായിരിക്കും റിസൾട്ട്? റൈറ്റ് സൈഡിൽ 21, ലെഫ്റ്റ് സൈഡിൽ 42. അപ്പൊ 4221. മറ്റൊരെണ്ണം കൂടെ നോക്കാം, 81 into 89. എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് പറയുക? റൈറ്റ് സൈഡിൽ 1 into 9, ലെഫ്റ്റ് സൈഡിൽ 8 into 8 കഴിഞ്ഞു വരുന്ന ഡിജിറ്റായ 9ഉം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ റൈറ്റ് സൈഡിൽ 1 into 9 എന്ന് പറഞ്ഞാൽ 9 ഉള്ളൂ. 1 into 9 എന്ന് പറഞ്ഞാൽ 9 മാത്രമേ ഉള്ളൂ, സിംഗിൾ ഡിജിറ്റ് ആണ്.
ആ സിംഗിൾ ഡിജിറ്റ് ആയ 9 മാത്രമായിട്ട് റൈറ്റ് സൈഡിൽ എഴുതാൻ പറ്റില്ല. 0 9 എന്ന് തന്നെ എഴുതണം. റൈറ്റ് സൈഡിൽ എപ്പോഴും 2 ഡിജിറ്റ് ആണ് എഴുതേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ 8 into 9 72. അപ്പോൾ 7209 എന്ന റിസൾട്ട് കിട്ടും. ഓക്കെ, ഇത് മനസ്സിലായെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ചില പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് ഒന്നുകൂടെ മനസ്സിലേക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.